കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിക്ക് അച്ഛന്റെ ക്രൂരമർദ്ദനം. പൊപ്രയിൽ സ്വദേശി മാമച്ചൻ എന്ന ജോസാണ് മകളെ ക്രൂരമായി മർദ്ദിച്ചത്. എന്തിനാ അമ്മ എടുത്തപ്പോ അമ്മയുടെ കൂടെ പോയി അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അല്ലേ? ആ അമ്മ ഇന്ന് വന്നോ? എന്തുകൊണ്ട് പറ. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ചോറ്റാ ചാറ്റാന്ന് പറഞ്ഞാക്കായിരുന്നു. എന്റെ അമ്മയെ വേണോ നിനക്ക് എന്നെ വേണോ? എന്ത് സംഭവം എന്നോട് ഞാൻ പറഞ്ഞു. ഇനി എന്തിനാ ആക്കൊണ്ടിരിക്കുന്നത്? 12-കാരനായ മകനാണ് ഈ മർദ്ദിക്കുന്ന വീഡിയോ പകർത്തിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ അമ്മ മടങ്ങി വരാനായി എടുത്ത പ്രാങ്ക് വീഡിയോ ആണിതെന്നാണ് ആദ്യം കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. തുടർന്ന് വിശദമായ മൊഴിയെടുത്തപ്പോൾ ജോസ് നിരന്തരം മർദ്ദിക്കാറെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് എന്തായാലും ജോസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. സുമേഷ്, ഈ 2 കുട്ടികളെയും നോക്കുന്നത് ഇയാളാണോ? ഈ കുട്ടികളുടെ അമ്മ എവിടെയാണ്? ഇനിയിപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ഏത് തരത്തിലായിരിക്കും? അപർണ, മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് തന്റെ മകളായ 8 വയസ്സുകാരിയെ ക്രാപ്പൂർ സ്വദേശി മാമച്ചനാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. തന്റെ മകളെ മർദ്ദിക്കുന്ന ദൃശ്യവും അതുപോലെ തന്നെ വടിവാളെടുത്ത് വെട്ടാൻ ഒഴുകുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ആദ്യം പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇവർ ഇടപെട്ടു. അതായത് ഈ മാമച്ചൻ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യം പറഞ്ഞത് തന്റെ ഭാര്യ മാസങ്ങൾക്ക് മുമ്പേ പിണങ്ങിപ്പോയിരുന്നു. ആ ഭാര്യയെ തിരിച്ചു വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾ നടത്തിയ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഇത് എന്നാണ് ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിലൊരു കേസെടുക്കുന്ന വിധത്തിൽ പോലീസ് തയ്യാറായില്ല. അത് ഒരു സമൂഹത്തിനിടയിൽ ഒരു വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. പോലീസിനെതിരെ ഒരു വിമർശനം ഇടയാക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് പറയുന്നത് അത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ആദ്യം പോലീസ് ഇത് വിശ്വസിക്കുകയും പിന്നീട് വിശദമായ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് മനസ്സിലാകുന്നത് ഇത് പ്രാങ്ക് വീഡിയോ അല്ല, ഇത് ഇദ്ദേഹം സ്ഥിരമായി കുട്ടികളെ മർദ്ദിക്കാറുണ്ടെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. അത് കുട്ടികൾ തന്നെ പോലീസിനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, കസ്റ്റഡിയിലാണ് ഉള്ളത്. ഏതായാലും അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അവര് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഈ ഒരു അവസ്ഥയിൽ ഈ 2 കുട്ടികളും കടന്നു പോകുമ്പോൾ അവരെവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അമ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതായത് ഇപ്പോൾ ഈ 2 കുട്ടികളും ഉള്ളത് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ വിവാദമായതിനെ തുടർന്ന് ഇത്തരം വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവർ ബന്ധുക്കളെത്തി കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ 2 മാസമായി ഈ ചെറുപുഴ പ്രാപ്പോയിൽ വീട് അത് വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കാസർഗോഡ് സ്വദേശികളായിരുന്നു ഇവർ. 2 മാസം മുന്നേ ഈ പ്രാപ്പോയിൽ പ്രദേശത്തെത്തുകയും അവിടുന്ന് വാടക വീട്ടിൽ താമസിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ നല്ല അടുപ്പത്തിലായിരുന്നില്ല. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പ്രശ്നം ഭാര്യ പിണങ്ങി പോവുകയും അത് എങ്ങനെയെങ്കിലും അത് തന്റെ ഭാര്യയെ വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിലുണ്ട് എന്നും പോലീസ് പറയുന്നു. എന്നാൽ അക്കാര്യത്തിലും ചെറിയ ഈ മൊഴിയിലും ചെറിയൊരു അവ്യക്തതയുണ്ട്. പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഇത് സ്ഥിരമായി കുട്ടികളെ ഇദ്ദേഹം മർദ്ദിക്കാറുണ്ടോ, ഇയാൾ സ്ഥിരം മദ്യപാനിയാണോ? നമ്മൾ ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടായിരുന്നു കുട്ടികളെ മർദ്ദിക്കുന്നത്. അതിൽ തന്നെ ആ കുട്ടി ദാരുണമായി സംസാരിക്കും. നമ്മൾ കേൾക്കാം, എന്നെ തല്ലരുത് അച്ഛ എന്ന് പറയുന്ന വളരെ ദയനീയമായ രീതിയിൽ കുട്ടി അലറി വിളിക്കുന്ന ശബ്ദമായിരുന്നു നമ്മൾ വീഡിയോയുടെ
ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ പോലീസ് അതിൽ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് സമൂഹത്തിനിടയിൽ വളരെ വിമർശനത്തിനിടയാക്കിയത്. എന്നാൽ റൂറൽ എസ് ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുകയും അദ്ദേഹം വീഡിയോ ശ്രദ്ധിക്കുകയും ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതുമായി രണ്ടാമതും ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് എത്തിയത്. ഏതായാലും ഇത്തരൊരു ദാരുണമായ സംഭവം ഏതായാലും മനസാക്ഷി അലിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. സുമേഷ്, പോലീസ് ഇയാൾ ഈ വീഡിയോയിൽ തന്നെ എത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരാളാണെന്നുള്ള വ്യക്തമാണ്. പോലീസ് എന്താണ് പറയുന്നത് ഇയാളുടെ മാനസിക നില സംബന്ധിച്ചും ഇയാളുടെ പെരുമാറ്റമൊക്കെ സംബന്ധിച്ചും? ഒരു വലിയ ക്രൂരൻ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണോ? ഇയാളുടെ സ്വഭാവമൊക്കെ പോലീസ് എങ്ങനെ പറയുന്നു? അപർണ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇയാള് സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. പിന്നീട് ഈ 2 മാസം മാത്രമേ ആയുള്ളൂ അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാലും മറ്റ് അന്വേഷണത്തിൽ കാസർഗോഡ് ജില്ലകൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീടായ കാസർഗോഡ് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാള് ഇത്തരം ഒരു മനസാക്ഷി ഒരാളാണോ, ഈ സ്ഥിരം ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും ഈ അമ്മയില്ലാത്ത സമയത്ത് ഈ കുട്ടികളെ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ കാര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത്. അതായത് അമ്മ 2ാം വിവാഹത്തിൽ ഉണ്ടായ കുട്ടികളാണ് ഈ 2 കുട്ടികൾ എന്നാണ് പറയുന്നത്. സ്ത്രീ ആദ്യത്തെ കല്യാണം അതിൽ 4 കുട്ടികളുണ്ടായിരുന്നു. പിന്നീട് കഴിച്ച വിവാഹത്തിലായിരുന്നു ഈ 2 കുട്ടികൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുട്ടികളുമായി ഈ അമ്മ കുറെ കാലങ്ങളായി അടുത്തില്ല. അതുകൊണ്ടുള്ള പ്രയാസം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനോട് സ്ഥിരമായി തന്റെ അമ്മയെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്ന് സ്ഥിരമായി കുട്ടികൾ അച്ഛനോട് പറയാറുണ്ട് എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പറയുന്നു. എന്നാൽ അദ്ദേഹം ഈ അമ്മയെ വീട്ടിലെത്തിക്കുന്ന രീതിയിലേക്കുള്ള വഴികളൊന്നും അല്ലെങ്കിൽ എത്തിക്കുന്ന രീതിയിലേക്കൊന്നും ഇദ്ദേഹം കടന്നില്ല. അതുകൊണ്ട് ആരെയാണോ ഇഷ്ടം, അച്ഛനാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം എന്നാണ് കുട്ടിയോട് അച്ഛൻ ചോദിക്കുന്നത്. അതിൽ തന്നെ കുട്ടി പറയുന്നുണ്ട്, പേടിച്ചുകൊണ്ട് പറയുന്നു അച്ഛനാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അതിൽ ഒരു വ്യക്തതയുണ്ട്. അതായത് അമ്മയെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കുട്ടികൾ പലതവണ ഇദ്ദേഹത്തെ സമീപിക്കുകയും എന്നാൽ അതിനു വേണ്ടി ഇദ്ദേഹം മുതിരുന്നില്ല. അതാണ് ഇപ്പോൾ അവിടെ ഇത്തരം ഒരു വിഷയത്തിലേക്ക് വന്നത്. സ്ഥിരമായി മർദ്ദിക്കുന്നത് കൊണ്ട് തന്നെ മകൻ ഇത് എങ്ങനെയെങ്കിലും മറ്റ് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള മകന്റെ ഒരു ആസൂത്രിതമായ ഒരു ഇടപെടലായിരുന്നു ഒരു പുറം സമൂഹത്തിനുള്ളിൽ പുറത്തിടെ ഇത്തരം വീഡിയോകൾ എത്തിയത്. ഏതായാലും 12 വയസ്സുകാരനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഏതായാലും അത്തരം ഒരു വീഡിയോ ഇപ്പൊ പുറത്ത് വന്നതോടുകൂടി ഇദ്ദേഹത്തെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നടപടിക്രമങ്ങളുമായി പോലീസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട്. സുമേഷ് മുറാഴ, അതും തീർച്ചയായും അലോസരപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്. അമ്മയും അച്ഛനും ഒരുപോലെ കുട്ടികളുടെ വിഷയത്തിനകത്ത് കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള കാര്യം കൂടി സമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ്. നിരന്തരം ഇത്തരം വാർത്തകൾ പുറത്ത് വരുന്നത് കൂടി കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇരുന്നു ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്.